കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിസ്തുമസിന് തയ്യാറാക്കാൻ പറ്റിയ ഒരു കിടിലൻ വിഭവമാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത്. നല്ല സ്പൈസി പോർക്ക് വിന്താലു. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. ഞാൻ എല്ലാ ദിവസവും രാവിലെ 8 മണിക്ക് അപ്ലോഡ് ചെയ്യുന്ന എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. 1 കിലോ പോർക്കാണ് എടുത്തിരിക്കുന്നത്. അതിനുവേണ്ടി ഒരു 3 സവാളയും ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വിന്താലി മസാല തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ചെറിയ 3 കഷ്ണം പട്ട, ഒരു 1/2 സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ 1/2 സ്പൂൺ ചെറിയ ജീരകം, പിന്നെ ഒരു 5-6 കരയാമ്പൂ, പിന്നെ 1 സ്പൂൺ കടുക്, ഒരു 5-8 മുഴുവൻ. ഇതെല്ലാം കൂടി നന്നായി പൊടിച്ചെടുക്കുക. പൊടിച്ചെടുത്ത മസാലയിലേക്ക് നമുക്ക് 1 കുടം വെളുത്തുള്ളി എടുക്കാം, പിന്നെ കുറച്ച് കരിവേപ്പില എടുക്കാം, പിന്നെ ഒരു 2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചോപ്പ് ചെയ്തെടുക്കാം, പിന്നെ 2 പച്ചമുളക് എടുക്കാം. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് വെള്ളം ഒഴിക്കാതെ അരച്ചെടുക്കണം. ഇതിപ്പോൾ മിക്സിയുടെ ജാറിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കടായി സ്റ്റൗവിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. നല്ല ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോൾ അതിലേക്ക് നമ്മൾ അരച്ചെടുത്ത മസാല, വിന്താലി മസാല ഇട്ട് കൊടുക്കാം. ഇതേ പരുവത്തിൽ സവാള ആകുമ്പോൾ വേണം നമുക്ക് ഈ മസാല ഇട്ട് കൊടുക്കാൻ. ആ മസാല നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. മസാല നന്നായി മൊരിഞ്ഞ് വരണം. കാരണം അതിൽ നമ്മൾ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം നമ്മൾ ചേർത്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ മാറി ശരിക്കും മൊരിഞ്ഞ് വരണം. ഒരു 2-3 മിനിറ്റെങ്കിലും നമ്മളിത് മൂത്ത് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. അതിലേക്ക് ഒരു 3 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. കാരണം മറ്റു മുളക് പൊടിയും കുരുമുളക് പൊടിയും ഒന്നും നമുക്കിപ്പോൾ ചേർത്തിട്ടില്ല. കാരണം അതെല്ലാം നമ്മൾ വിന്താലു മസാലയിൽ ചേർത്ത് അടിച്ചിട്ടുണ്ട്. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതൊന്നും നമ്മൾ ഇനി ചേർക്കേണ്ട ആവശ്യം, അതെല്ലാം മസാലയിൽ അടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കളറിന് വേണ്ടി കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതും നന്നായി ഒന്ന് മൊരിഞ്ഞ് വരണം. അതിലേക്ക് നമുക്ക് വിന്താലുവിന് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് നമ്മൾ സവാള വഴറ്റുന്ന സമയത്ത് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് അത് നോക്കി വേണം നമ്മൾ പിന്നീട് ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. മൊരിഞ്ഞ് വന്ന നമ്മുടെ അരപ്പിലേക്ക് നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന പോർക്ക് പീസാക്കിയത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വിനാഗിരി ഒഴിച്ചു കൊടുക്കണം. കാരണം ഇതിൽ വെള്ളം ചേർക്കില്ല, നമ്മൾ വിനാഗിരി മാത്രമേ ഒഴിക്കുകയുള്ളൂ. അര ഗ്ലാസ് ഒഴിച്ചിട്ട് പോരെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ വീണ്ടും കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കേണ്ടി വരും. വിന്താലു എന്ന് പറഞ്ഞാൽ നല്ല പുളിയും നല്ല എരിവുള്ള ഒരു കറിയാണ്. അത് വിനാഗിരിയിൽ തന്നെ കിടന്ന് വേവണം. ഒരല്പം പോലും നമ്മളിതിൽ വെള്ളം ചേർത്തിട്ടില്ല, ചേർക്കുകയും വേണ്ട. ഈ മസാലയെല്ലാം എല്ലായിടത്തും എത്തുന്ന രീതിയിലൊന്ന് ഇളക്കി നമുക്കിതൊന്ന് മൂടി വെച്ച് ഒരു 30 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വേണം വേവിച്ചെടുക്കാനായിട്ട്. 10 മിനിറ്റ് കഴിയുമ്പോൾ മൂടി ഒന്ന് തുറന്ന് നോക്കാം. വെള്ളം താനെ ഇറച്ചിൽ നിന്ന് തന്നെ നന്നായി വന്നിട്ടുണ്ട്. നമ്മളൊരല്പം പോലും വെള്ളം ഒഴിച്ചിട്ടില്ല. അത് നന്നായി ഇളക്കി വീണ്ടും ഒന്ന് മൂടി വയ്ക്കണം. അങ്ങനെ 2-3 പ്രാവശ്യം മൂടി തുറന്ന് കറി ഒന്ന് നന്നായി ഇളക്കി വീണ്ടും മൂടി വെച്ച് വേവിച്ചെടുക്കുക. ഒരു 30 മിനിറ്റിൽ കറി വെന്തില്ലെന്ന് തോന്നുകയാണെങ്കിൽ ഒരു 10 മിനിറ്റും കൂടിയും നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ കറി റെഡി ആയിട്ടിട്ട് ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയും
എല്ലാം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ.